ഓക്കെ, ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഇതുവരെ ഓൺ ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ iOS 18.1 റൺ ചെയ്യുന്നത്. ഇനി ഞാൻ ആ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി ഓപ്ഷനിൽ പോകുമ്പോൾ മുകളിലിവിടെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, എം ടി ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്നാണുള്ളത്. അത് മാറ്റിയിട്ട് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ചേഞ്ച് ലാംഗ്വേജ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് ഇറങ്ങി ജനറലിനകത്ത് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് പോയിട്ട് ഈ റീജിയൻ മാറ്റി ഇന്ത്യ എന്നായിരിക്കും ഉള്ളത്, അത് മാറ്റിയിട്ട് അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെർച്ച് ചെയ്യുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് ടു ഇംഗ്ലീഷ് US. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ സെറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലർട്ട് വരും. അതിനുശേഷം ബാക്ക് പോവുക. വീണ്ടും ആപ്പിൾ ഇൻ്റലിജൻസിനകത്തോട്ട് പോകണം. ആപ്പിൾ ഇൻ്റലിജൻസിനകത്ത് പോയിട്ട് ജോയിൻ ദ ആപ്പിൾ ഇൻ്റലിജൻസ് വെയിറ്റ് ലിസ്റ്റ് അതിൽ കൊടുക്കുക. അതിനകത്ത് ജോയിൻ വെയിറ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പ്രിപ്പയറിംഗ് എന്ന് കാണിക്കും അവിടെ. ഓക്കെ, കുറച്ച് സമയം കഴിയുമ്പോൾ പ്രിപ്പയറിംഗ് എന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ സിറി റിക്വസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ, ആ പോർഷനിലായിട്ട് പ്രോഗ്രസ് വരും. കണ്ടോ, 0% കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനി വീണ്ടും സിറി റിക്വസ്റ്റ് പിന്നെയും വരും, പിന്നെയും പ്രോഗ്രസ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ 7 ഞാനിപ്പോൾ ഇത് ഫാസ്റ്റ് അടിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനിയും ഇങ്ങനെ പ്രോഗ്രസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം iPhone 15 Pro ആൻഡ് 15 Pro Max പിന്നെ 16 സീരീസിലെ 4 മോഡൽസ്, ഈ ടോട്ടൽ 6 ഐഫോൺ മോഡൽസിൽ മാത്രമേ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് ഐഫോണിൻ്റെ 6 മോഡൽസ് ഉണ്ടാവും. പിന്നെ iPad Pro M1 ആൻഡ് ലേറ്റർ, പിന്നെ iPad Pro, iPad Air, iPad mini, MacBook Air, MacBook Pro, iMac, Mac mini, Mac Studio ആൻഡ് Mac Pro. ഇതെല്ലാം സപ്പോർട്ടഡ് പ്രോസസ്സർ വെർഷൻ എഴുതിയിട്ടുണ്ട്. അത് ആൻഡ് ലേറ്റർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് 42 ആയിട്ടുണ്ട്. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരും, ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്തിട്ട് അതിനകത്ത് ന്യൂസ്, കമ്മ്യൂണിക്കേഷൻ, ഓൾ അതർ ആപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പോൾ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സമ്മറൈസ് ഓൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നു. ഓക്കെ, അടുത്തതായി ദ ഓൾ ന്യൂ സിറി സെറ്റപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ കൊടുക്കാം, കാരണം ഇതിൻ്റെ സെറ്റപ്പിൽ നമ്മളും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് അത് കേട്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാനത് ഒറിജിനൽ ഓഡിയോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഹേയ് സിറി മാത്രമല്ല, സിറി എന്ന് വിളിച്ചാലും ഹേയ് സിറി എന്ന് വിളിച്ചാലും സൈഡ് ബട്ടൺ പ്രസ് ചെയ്താലും എല്ലാം സിറി റെസ്പോണ്ട് ചെയ്യും. കൂടാതെ കണ്ടിന്യൂസ് കോൺവെർസേഷനും എനേബിൾ ചെയ്തിട്ട്, അതും കൂടാതെ സ്ക്രീനിൻ്റെ താഴെ ഡബിൾ ടാപ്പ് ചെയ്താലും സിറിയെ നമുക്ക് ട്രിഗർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സിറി റെഡി ആയിട്ടുണ്ട്.